PSC പ്രീവിയസ് ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദമാണ് രാമനാൽ. പ്രയോജിക പ്രത്യയം കുറിക്കുന്ന പദമാണ് രാമനാൽ. ആബാലവൃത്തം ഏത് സമാസത്തെ പെടുന്നു? ആബാലവൃത്തം എന്ന് പറയുന്ന അവ്യഭാവൻ പെടുന്നു. ആബാലവൃത്തം ഏത് സമാസത്തെ പെടുന്നു? അവ്യഭാവൻ. കേൾക്കവേ എന്നത് ഏത് വിനയച്ചത്തിനും ഉദാഹരണമാണ്? കേൾക്കവേ എന്നത് തൻ വിനയച്ചത്തിൽ വരുന്നതാണ്. കേൾക്കവേ എന്നത് ഏത് വിനയച്ചത്തിന് ഉദാഹരണമാണ്? തൻ വിനയച്ചമാണ് കേൾക്കവേ. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്നവയെ ആഗമസന്ധിക്ക് ഉദാഹരണം ഏത്? ആഗമസന്ധിക്ക് ഉദാഹരണമാണ് തലയ്ക്ക് എന്നതാണ് ആഗമസന്ധിക്ക് ഉദാഹരണം എന്ന് പറയുന്നത്. കൊടുത്ത വസ്തു അടിവരയിട്ട പദം ഏത് വിഭാഗത്തിൽപ്പെടുന്നു? കൊടുത്ത എന്നത് പേരച്ചത്തിൽ വരുന്നതാണ്. അതായത് കൊടുത്ത വസ്തു എന്ന്. അപ്പം പേരിനെ പേരച്ചമാണ്. കൊടുത്ത വസ്തു എന്ന് പറയുമ്പോൾ കൊടുത്ത എന്ന് പറയുന്നത് പേരച്ചമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ധവളം എന്ന വാക്കിൻ്റെ അർത്ഥം ഏത്? ധവളം എന്ന വാക്കിൻ്റെ അർത്ഥമാണ് വെളുപ്പ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന വ്യത്യസ്തമായ കൃതി ഏത്? അത് വ്യത്യസ്തമായ കൃതി ഭൂമിയുടെ പൊക്കിളാണ് വ്യത്യസ്തമായ കൃതി. NN പിള്ളയുടെ പ്രേതലോകം എന്ന കൃതി ഏത് വിഭാഗത്തിൽ പെടുന്നു? NN പിള്ളയുടെ പ്രേതലോകം എന്നത് നാടകത്തിൽ പെടുന്നു. അടുത്ത ക്വസ്റ്റ്യൻ. രോദനം കരച്ചിലാണ്. രോദനം എന്ന് പറയുന്നത് തടവാണ്. രോദനം എന്ന് പറയുന്നത് തടവ്. രോദനം കരച്ചിൽ, രോദനം തടവ്. അടുത്ത ക്വസ്റ്റ്യൻ. താഴെ പറയുന്ന ശരിയായ വാക്യം ഏത്? താഴെ പറയുന്ന ശരിയായ വാക്യം ഉദ്ഘാടന പരിപാടി വളരെ ആകർഷകമായി. ഉദ്ഘാടന പരിപാടി വളരെ ആകർഷകമായി. അടുത്ത ക്വസ്റ്റ്യൻ. വജ്രഹൃദയം വിഗ്രഹിക്കുമ്പോൾ. വജ്രഹൃദയം വിഗ്രഹിക്കുമ്പോൾ വജ്രം പോലുള്ള ഹൃദയമാണ്. അടുത്ത ക്വസ്റ്റ്യൻ. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ. ഉന്നമ്രം എന്ന പദം പിരിച്ചെഴുതുമ്പോൾ ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. ഉന്നമ്രം എന്ന് വെച്ചാൽ ഉത് പ്ലസ് നമ്രമാണ് ഉന്നമ്രം. വൈദ്യർ എന്നത് ഏത് വചന വിഭാഗത്തിൽപ്പെടുന്നു? വൈദ്യർ എന്ന് പറയുന്നത് പൂജക ബഹുവചനമാണ്. അതായത് ബഹുമാനാർത്ഥം യൂസ് ചെയ്യുന്നത്.